നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്തെയാണ് മിഥുനമാസം എന്ന് പറയുന്നത്. ഈ മാസത്തിൽ തന്നെയാണ് ഞാറ്റുവേലകൾ വരുന്നതും. ഉത്രം നക്ഷത്രത്തിൽ ജൂൺ 15-നാണ് മിഥുനമാസം വരുന്നത്. നിരവധി ഗ്രഹമാറ്റങ്ങളാണ് മിഥുനമാസത്തിൽ സംഭവിക്കുന്നത്. സൂര്യനും ശുക്രനും വ്യാഴവുമെല്ലാം അതിൻ്റെ ഗ്രഹങ്ങളെ മാറ്റുന്ന സമയമാണ് മിഥുനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ഗ്രഹമാറ്റങ്ങളുടെ സ്വാധീനവും ഉണ്ടാകുന്നതാണ്. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളും ഓരോ നക്ഷത്രക്കാരിലും മാറി വരുന്നു. ഓരോ ഗ്രഹമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഗ്രഹമാറ്റവും രാശിമാറ്റവും നിങ്ങളുടെ നക്ഷത്രത്തിലെ ദോഷങ്ങളെ പ്രതിരോധിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം കൂടിച്ചേരുന്നതാണ് മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വിഷ്ണുവിന് പാൽപ്പായസം, മുരുകന് പഞ്ചാമൃത അഭിഷേകം എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. ഇതുവഴി നിങ്ങളുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷങ്ങളെ പാടെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്തത് ഇടവക്കൂറ്. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ 1/4 ഭാഗവും രോഹിണി, മകയിരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷപരിഹാരത്തിനു വേണ്ടിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായും ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കണം. കൂടാതെ ശാസ്താവിന് എള്ളുപായസവും ദോഷപരിഹാരമായി നൽകാവുന്നതാണ്. അതോടൊപ്പം ഭദ്രകാളിക്ക് കടും പായസം സമർപ്പിക്കുന്നതും ഉത്തമമാണ്. മൂന്നാമതായി മിഥുനക്കൂറ്. മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ 1/4 ഭാഗവും ചേരുന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി മുരുകന് ഭസ്മാഭിഷേകവും ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും അത്യുത്തമമാണ്. ഇതുകൂടാതെ ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുന്നതും നല്ലതാണ്. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും പൂയം, ആയില്യവും കൂടിച്ചേരുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ പ്രതിരോധിക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. കൂടാതെ ശാസ്താവിന് നെയ്യഭിഷേകവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. അടുത്തതായി ചിങ്ങക്കൂറ്. മകരം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടിച്ചേരുന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഗുണവർദ്ധനവിനും വേണ്ടി വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഇതുകൂടാതെ ദിനവും തുളസിക്ക് ജലം അർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി ശാസ്താപ്രീതിക്ക് വേണ്ടി എള്ളുതിരി കത്തിക്കുന്നതും അതിവിശേഷമാണ്. അടുത്തതായി കന്നിക്കൂറ്. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന 1/4 ഭാഗവും അത്തം, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെയാണ് ആരാധിക്കേണ്ടത്. ഇതുകൂടാതെ നാഗപ്രീതി ഉറപ്പുവരുത്തുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക വഴി ദോഷങ്ങളെ ഇല്ലാതാക്കാവുന്നതാണ്. അടുത്തതായി തുലാക്കൂറ്. ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതി, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ 1/4 ഭാഗവും ചേരുന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഗുണഫലങ്ങൾക്ക് വേണ്ടിയും ധർമ്മശാസ്താവിനെ ആരാധിക്കുന്നതും നല്ലതാണ്. ഇത് എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾക്കും പരിഹാരമാണ്. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഴം നിവേദിക്കുന്നതും നല്ലതാണ്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതാവുന്നു. അടുത്തതായി വൃശ്ചികക്കൂറ്. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഴം, തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇവർ ജന്മനക്ഷത്ര ദിനത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്.
കൂടാതെ ശാസ്താവിനും നാഗത്തിനും പ്രത്യേകം വഴിപാടുകളും സമർപ്പിക്കുകയും വേണം. അടുത്തതായി ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേരുന്നതാണ് ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും അവരുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഗുണവർദ്ധനവിനും വേണ്ടി മഹാവിഷ്ണുവിനെ ആരാധിക്കേണ്ടതാണ്. കൂടാതെ നാഗങ്ങൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ്. അടുത്തതായി മകരക്കൂറ്. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന 3/4 ഭാഗവും തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും കൂടിച്ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നാഗത്തിന് 100 പാലും സമർപ്പിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും അകറ്റുകയും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി കുംഭക്കൂറ്. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതി നക്ഷത്രവും കൂടിച്ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാരും ദോഷപരിഹാരത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ശാസ്താവിന് നെയ്വിളക്കും സമർപ്പിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. ഇനി അവസാനമായി മീനക്കൂറ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി, രേവതി നക്ഷത്രവും കൂടി ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശിവന് ധാര സമർപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ ശാസ്താപ്രീതിയും നേടുന്നത് ഉത്തമമാണ്. ഇതിനെല്ലാം ഉപരി ദിനവും വിഷ്ണു ഭജനം നടത്തുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് മിഥുനമാസം 1-ാം തീയതി. ഈ മിഥുനമാസത്തിൽ നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാൻ, ജന്മനക്ഷത്ര ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഓരോ നാളുകാരും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറഞ്ഞത്. വളരെ നിസ്സാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മിഥുനമാസത്തിൽ ജന്മനക്ഷത്ര ദോഷങ്ങൾ തീരുവാൻ, ഈ മിഥുനമാസം മുഴുവനും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളും നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല, നമ്മളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരികയും നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ വഴിമാറി പോകുന്നതുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിസ്സാരമായി ആരും തന്നെ തള്ളിക്കളയരുത്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.